എനിക്ക് പി എസ് സിയെ കുറിച്ച് മാത്രമേ ഒരു അറിവുണ്ടായിരുന്നു. SSC എന്താണെന്നോ റെയിൽവേ എന്താണെന്നോ ഒന്നും അറിയില്ല. CHSL പ്രിലിംസ് കിട്ടി, മെയിൻസും കിട്ടി, ടൈപ്പിംഗ് പോയി. പിന്നെ CGL കിട്ടി, അത് പ്രിലിംസ് കിട്ടി. അപ്പോൾ എഴുതിയ എല്ലാ എക്സാമും എനിക്കൊരു ബോണസ് തന്നെയായിരുന്നു. പിന്നെയാണ് MGS എഴുതുന്നത്. സാറ് പറഞ്ഞ പോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ, രാജ്യത്തിനകത്തുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ അവരുടെ ലെവലൊന്ന് വേറെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് പഠിച്ചപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും പിള്ളേർ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. അതൊക്കെ ടീം തന്നെയാണ്, സർവീസ് ഗ്രൂപ്പ് കമ്പൈൻ സ്റ്റഡി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ആധാരശില. ഹലോ, ദിശ അക്കാഡമിയുടെ ഏറ്റവും പുതിയ സക്സസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സക്സസ് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗിരിപ്രസാദാണ്. SSC MTS എക്സാം ക്ലിയർ ചെയ്ത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് കയറാൻ പോകുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഗിരിപ്രസാദിനെ ആദ്യം തന്നെ പരിചയപ്പെടാം. ഹലോ, നമസ്കാരം സർ. ഓക്കെ, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗിരിപ്രസാദാണ്. വീട് വെള്ളായണി നിയമം, ട്രിവാൻഡ്രത്ത് തന്നെ. അതെ. എൻ്റെ വൈഫ് ടീച്ചറാണ്. പിന്നെ കുഞ്ഞുങ്ങൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. മകൾ ഇപ്പോൾ 6ാം ക്ലാസ്സിലോട്ടും മകൻ 4ാം ക്ലാസ്സിലോട്ടുമാണ് പഠിക്കുന്നത്. ട്രിവാൻഡ്രത്ത് തന്നെ പഠിക്കുന്നത്. ഓക്കെ. ഒരു നീണ്ട കാലം ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ട് പിന്നീട് റെസിഗ്നേഷൻ എടുത്ത് പ്രിപ്പറേഷൻ ചെയ്ത് എക്സാം ക്ലിയർ ചെയ്ത് ജോലിക്ക് കയറാനായിട്ടിരിക്കുന്നതാണ്. അതായത് ഇത് മാത്രമല്ല, ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്കെല്ലാം കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ആദ്യം തന്നെ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഈ ഒരു സർവീസിലോട്ട് പോയ ആളാണ്. അപ്പോൾ അതിനുള്ളൊരു കാരണം അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ഒരു ആർമി സർവീസിലേക്ക് പോകണമെന്ന് തോന്നാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ഞാൻ 19ാമത്തെ വയസ്സിലാണ് ആർമിയിലോട്ട് ജോയിൻ ആവുന്നത്. കൊല്ലത്ത് വെച്ചായിരുന്നു റിക്രൂട്ട്മെൻറ്റ്. അവിടുന്ന് പിന്നെ എൻ്റെ ട്രെയിനിങ് നാസിക്കിലായിരുന്നു. ആ നാസിക്കിൽ നിന്ന് ഞാൻ പിന്നെ പോസ്റ്റിങ് പോകുന്നത് ജമ്മുവിലാണ്. അവിടെ ഒരു 3 വർഷം സർവീസ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ആർമി കോഴ്സുകൾ ചെയ്യാൻ തുടങ്ങി. അതിൽ PTA ചെയ്തു, ഫിസിക്കൽ ട്രെയിനറായിട്ട്. അത് കഴിഞ്ഞ് UA എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറായിട്ട് ചെയ്തു. പിന്നെ ADPA. അങ്ങനെ ഏതാണ്ട് 9 വർഷത്തോളം സെൻട്രൽ ഇൻസ്ട്രക്ടറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് അവസാനം പെൻഷൻ വരുന്ന സമയത്ത് അരുണാചൽ പ്രദേശിലായിരുന്നു. അരുണാചൽ പ്രദേശിൽ നിന്നാണ് ഞാൻ പെൻഷൻ വരുന്നത്. വന്ന് ആദ്യത്തെ എല്ലാവരും വിചാരിക്കും പോലെ ഒരു പട്ടാളക്കാരൻ വിചാരിക്കുമ്പോൾ ഇനി ഒരു 4-5 മാസം റെസ്റ്റ് എടുക്കണം എന്നുള്ള ഇതിലാണ് വന്നത്. പക്ഷേ വന്നിട്ട് എനിക്ക് അതിൽ നിൽക്കാൻ തോന്നിയില്ല. എനിക്ക് PSCയെ കുറിച്ച് മാത്രമേ ഒരു അറിവുണ്ടായിരുന്നുള്ളൂ. SSC എന്താണെന്നോ റെയിൽവേ എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അനന്തപുരി സോൾജിയേഴ്സ് എന്ന് പറയുന്ന ഒരു സൈനിക സംഘടനയുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, സാറിനെ നല്ല പരിചയമാണ്, സാറിന് ഇതൊന്ന് കാണണം. പുള്ളി പറയും എന്താണ്. അങ്ങനെ എൻ്റെ സീനിയർ ബാച്ചിൽ ഒരു വരുൺ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹം ആഗസ്റ്റ് ബാച്ചിലാണ്. ഞാൻ സെപ്റ്റംബർ 2023 ജോയിൻ ചെയ്തത്. അപ്പോൾ ആ പുള്ളി ഉണ്ടെന്നുള്ള ഇതിൽ ഞാനിവിടെ വരികയും എൻ്റെ ഫസ്റ്റ് ക്ലാസ് സാറിൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോഴും ഫുൾ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അല്ല, ആദ്യമായിട്ട് പ്രിപ്പറേഷൻ ദിശ അക്കാഡമിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ദിശയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു എക്സ് സർവീസ്മാൻ ഉണ്ടായിരുന്ന ഒരു പ്രദീപ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഇവിടെ തന്നെ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുകയും പിന്നെ ഞങ്ങൾ തമ്മിൽ ശരി സ്ഥിരമായിട്ട് വരാം, അങ്ങനെ ഒരു നല്ലൊരു ബോണ്ടായിരുന്നു. അദ്ദേഹം എനിക്കൊരു വഴികാട്ടി തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 6 മാസം പ്രിപ്പയർ ചെയ്തു. ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വട്ടപൂജ്യമായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ. പിന്നെ എനിക്കൊരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോഴാണ് ഫേസ് 12ൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ വരികയും ഫേസ് 12 3 ലെവലിൽ ഞാൻ ക്ലിയർ ചെയ്തു. മെട്രിക്കുലേഷനും +2 അത് എനിക്കൊന്ന് വന്ന് ചെറിയ സമയത്ത് തന്നെയായിരുന്നു എക്സാംസ് ഒക്കെ. ആ 4 മാസത്തിൽ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫേസ് 12 പോയില്ല. കാരണം അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ വന്നത് നോർത്ത് ഈസ്റ്റിലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ CHSL പ്രിലിംസ് കിട്ടി, മെയിൻസും കിട്ടി, ടൈപ്പിംഗ് പോയി. ടൈപ്പിംഗ് ആണ് പോയത്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയായിരുന്നു അല്ലേ? ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിലുള്ള CHSLന്റെ കാര്യം തന്നെ പറയാം. അതെ. പിന്നെ CGL കിട്ടി, അത് പ്രിലിംസ് കിട്ടി. അപ്പോൾ എഴുതിയ എല്ലാ എക്സാമും എനിക്കൊരു ബോണസ് തന്നെയായിരുന്നു.
പിന്നെയാണ് MGS എഴുതുന്നത്. MGS എഴുതി ഇപ്പോൾ ASIയിൽ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ആ ഒരു ജേർണി വളരെ പെട്ടെന്ന് പറഞ്ഞു തന്നു. പക്ഷേ ഇത് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ആദ്യം നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാൻ എപ്പോഴും ഞാൻ എക്സ് സർവീസ് ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ചോദിക്കാൻ കൗതുകമായിട്ടുള്ളത് അവരുടെ അവിടുത്തെ എക്സ്പീരിയൻസുകളാണ് പലതും. കാരണം നമ്മുടെ ഈ ചാനൽ കാണുന്ന ഒരുപാട് +2 കഴിഞ്ഞ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, ചെറിയ പ്രായത്തിലുള്ളവരുണ്ടാവും. അവർക്കൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ പല എക്സ്പീരിയൻസും മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ അവിടുത്തെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഏറ്റവും മറക്കാനാവാത്ത എന്തെങ്കിലും സ്പെഷ്യൽ എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. എക്സ്പീരിയൻസ് എന്ന് പറയാൻ സാറേ ശരിക്കും ഉണ്ട്. അത് പറഞ്ഞാലെല്ലാവരും വിചാരിക്കും നമ്മൾ ഇത് പറയാണെന്ന്, വെടിക്കഥ പറയുകയാണെന്ന് പറയും. അതെ അതെ അതെ. വേറെ ഒന്നുമല്ല സാർ. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ 8 വർഷം ഞാനും പിള്ളേരെ പഠിപ്പിക്കായിരുന്നു, അവിടെ ഇൻസ്ട്രക്ടറായിട്ടായിരുന്നു. 8 വർഷം പഠിച്ചിട്ടുള്ള ഒരു 8000-ഓളം റിക്രൂട്ട്സിന് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കാണുമ്പോൾ അവരെ പഠിപ്പിച്ചിട്ട് അവരെല്ലാം വന്ന് നമ്മളെ കാണാറുണ്ട് ഓരോ ലീവിലും. അപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. പിന്നെ എക്സ്പീരിയൻസ് ഫീൽഡിലാണ് കൂടുതലും സർവീസ് ചെയ്യുന്നത്. ആർട്ടിലറി ആയിരുന്നു ഞങ്ങളുടെ. ഓക്കെ ഓക്കെ. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആരെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്? പുതിയ റിക്രൂട്ട്സ്, ന്യൂ റിക്രൂട്ട്സിനെ ട്രെയിൻ ചെയ്യുന്ന പാർട്ടിലായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ അവരും ഞങ്ങളെപ്പോലെ ചെല്ലുമ്പോൾ അവരെ ഫിസിക്കൽ ട്രെയിനറായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ അതായിരുന്നു എൻ്റെ അവിടുത്തെ മെയിൻ ജോലി. അത് കഴിഞ്ഞു പിന്നെ ഏതാണ്ട് 11 വർഷത്തോളം ഫീൽഡ് സർവീസ് ഉണ്ടായിരുന്നു. ജമ്മു, കട്ടുവ, ഉധംപൂർ, പിന്നെ അരുണാചൽ, അസം, അങ്ങനെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റുകളും. പിന്നെ അതൊരു നമുക്കൊരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ അത് എനിക്കൊരു ഇത് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ സ്ഥലങ്ങളും ജനറൽ നോളജ് വരുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ഥലങ്ങളുമായിട്ട് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് അവിടെ ആയിരിക്കണമല്ലോ. ഈ പാസിന്റെ കാര്യം പറയുമ്പോഴും അല്ലേ, അങ്ങനെയുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള പല അതെ അതെ. അത് ഭയങ്കര ഒരു ഗുണമാണ് നമ്മുടെ ആർമി ലൈഫ് തന്നിട്ടുള്ളത്. പ്ലേസുകളുടെ എക്സ്പീരിയൻസ്. അതെ അതെ അതെ. ഇപ്പോൾ ഞങ്ങളുടെ അരുണാചൽ പ്രദേശിലെ എല്ലാ പാസുകളും നമുക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ അതുവഴി എപ്പോഴും കടന്നു പോയിട്ടുള്ളതാണ്. അങ്ങനെ ശരിക്കും ഗുണം എനിക്ക് ആർമി ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതെ. നേരത്തെ ആക്ച്വലി ഞാനിപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു എക്സ്പീരിയൻസ്, അതായത് ഏതോ ഒരു സ്ഥലത്ത് നിങ്ങൾ പോയപ്പോൾ കുരങ്ങന്മാരുമായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതെ സാർ, ഞങ്ങൾ ഒരു ഓപ്പറേഷന് ഇതിന് പോയതായിരുന്നു. അപ്പോൾ പോയ സമയത്ത് ഓപ്പറേഷൻ എന്നല്ല, ഞങ്ങൾക്ക് അതിലൊരു പ്രത്യേക പേരുണ്ട്, അംബുഷ്, അങ്ങനെ 48 മണിക്കൂർ എന്നാണ് ഓരോ ഇതും പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന സമയത്ത് നമുക്ക് റിലീവ് ചെയ്യാൻ വേറെ ആൾക്കാർ വരും. അപ്പോൾ ആ ആൾക്കാർ വരുന്ന മുന്നേ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി, നിങ്ങൾ ഇറങ്ങുക. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് മെസ്സേജ് വന്നു, അവിടെ മൂവ്മെൻ്റ് ഉണ്ട്, അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുകയും അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കളഞ്ഞിട്ടാണ് വരുന്നത്. തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഫുഡ് അതുകൂടെ ഇനി കെയർ ചെയ്ത് കൊണ്ട് പോകണ്ടല്ലോ. അങ്ങനെ അതവിടെ ഇട്ടിരുന്ന ആ സ്ഥലത്ത് പോയി വീണ്ടും ഞങ്ങൾ ആ ഫുഡ് എടുത്ത് അത് തന്നെ പിന്നെ ഒരു ദിവസം കഴിക്കുകയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആദ്യം മുതൽ ഇനി ആർമി ലൈഫ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു ജോബ് വേണമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും SSC പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു ജേർണി ഒന്ന് പറയാം. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്? അല്ലെങ്കിൽ ഇത്രയും നാൾ ജോലി ചെയ്തതല്ലേ, ഇനി സമാധാനമായിട്ടിരിക്കാമെന്ന് കരുതിയില്ല, അതിന് പകരം വീണ്ടും എനിക്കൊരു ജോലി വേണം, ബെറ്റർ ജോബ് വേണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണല്ലോ നിങ്ങൾ ഇതിലേക്ക് വരികയും ഒരു ജോലി നേടുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു ജേർണി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാർ, ആർമിയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് PSC കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നു. PSC എല്ലാവരും നാട്ടിലെല്ലാവർക്കും അറിയുന്നു. PSCക്ക് പോയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ, അപ്പോൾ PSCയെ കുറിച്ച് മാത്രം അറിവുണ്ടായിരുന്ന സമയത്താണ് രാജേന്ദ്ര പ്രസാദ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു SSC ഉണ്ട്, അതൊക്കെ ഉണ്ട്, അവിടെ പോയി പഠിക്കണം. ആ പുള്ളിക്കാരനാണ് എന്നെ ദിശയിലോട്ട് പറഞ്ഞു വിടുന്നത്. ദിശയിൽ വന്നതിന് ശേഷം ആണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്താണ് SSC എന്ന് അറിഞ്ഞത്. എല്ലാവരും പറയുന്നത് പോലെയല്ല, ഇവിടെ വന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പം എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ പഠിക്കണമെന്നും ഏത് ടെസ്റ്റൊക്കെ എങ്ങനെ അപ്പിയർ ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റി. പിന്നെ ഞാൻ 1 വർഷം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒക്ടോബർ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ്. സെപ്റ്റംബർ മാസം ഒന്നും അറിയത്തില്ലായിരുന്നു.
പിന്നെ അടുത്ത ഒക്ടോബർ ആയപ്പം MTS ക്ലിയർ ചെയ്തു. അത് വേറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിശ അക്കാഡമിയിൽ ഇനി വരുന്ന പട്ടാളക്കാർക്ക് കൂടുതൽ അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും. SSC എന്താണെന്നും അതിനെ എങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കാമെന്നും അറിയില്ല. അപ്പം അവരോട് പറയാനുള്ളത് വന്നതിന് ശേഷം സ്ഥിരമായിട്ടിരുന്ന് ഒരു 2 വർഷം പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇതിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതെ അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാനാണെന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് തോന്നുന്നു 2-3 പേര് നിങ്ങളുടെ ആ ക്ലാസ്സിൽ തന്നെയുള്ള 2-3 പേര് നിങ്ങളൊരു ടീമായിരുന്നു. ആക്ച്വലി നിങ്ങൾ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിനെ കൊണ്ടുപോകുന്നത് നിങ്ങളാണെന്ന് അവിടുത്തെ ക്ലാസ്സിൽ കയറുന്ന പലരും പറയായിരുന്നു. കാരണം കുട്ടികൾ പലരും 20 വയസ്സ് 22 വയസ്സൊക്കെയുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിച്ചത്. അപ്പോൾ അവരോട് വരെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രദീപ് ചന്ദ്രൻ നിങ്ങൾ ഒരുമിച്ച് അവരോട് ഒരു കോമ്പീറ്റ് ചെയ്യുമെന്നായിരുന്നു ക്ലാസ്സിലുള്ളത് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ടും അത്തരത്തിലൊരു എഫേർട്ട് ഉണ്ടായതുകൊണ്ടുമാണ് ചെറിയ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ക്ലിയർ ചെയ്തത്. പിന്നെ നിങ്ങളുടെ ആ ഒരു ടീം ഫോർമേഷൻ, കാരണം ഇത്രയും പ്രായമായതിനു ശേഷം ഇത്രയും ഏജ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കൊരു ടീമിനെ ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് കൂടിയാണ് അല്ലേ? വലിയൊരു അതൊരു വലിയ ഇതാണ് സാർ. ഇപ്പം അതിനകത്ത് തന്നെ എല്ലാ പേരും ആ വരുന്ന ബാച്ചിലെ എല്ലാ പിള്ളേരും സ്ഥിരമായിട്ട് നിൽക്കണമെന്നില്ല. അവരൊരു 30 പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 8 പേര് 10 പേര് അവർ സ്ഥിരമായിട്ട് നിൽക്കുകയുള്ളൂ. പഠിക്കാൻ വേണ്ടി വരിക. ആ ഒരു ടീം എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഞങ്ങൾക്കറിയാത്ത പല അറിവുകളും പുതിയ പിള്ളേർ അവർക്കുണ്ട്. ഞങ്ങൾക്ക് സാറ് പറഞ്ഞ പോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാം, രാജ്യത്തിനകത്തുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ അവരുടെ ലെവലൊന്ന് വേറെയാണ്. അപ്പോൾ അവരോട് ഇരുന്ന് പഠിക്കുമ്പോൾ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ സാറിനോട് അച്ചീവേഴ്സ് ബാച്ചിന് വേണ്ടി സമസ്ത തുടങ്ങിയ ബിൽഡിങ് അത് ഭയങ്കര ഒരു മാറ്റമാണ് ഉണ്ടാക്കി തന്നത്. എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് പഠിച്ചപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും പിള്ളേർ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. അതൊക്കെ ടീം തന്നെയാണ് സാർ, കമ്പൈൻ സ്റ്റഡി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ആധാരശില എന്ന് പറയാം. അതായത് 6 മാസം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷമുള്ള എഫേർട്സ് അത് കണ്ടിന്യൂ ചെയ്യാൻ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ തന്നെയാണ് ഞങ്ങളിപ്പം സാറിന് അറിയാന്നറിയാം, ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. രാവിലെ ഇവിടെ വീട്ടിൽ നിന്ന് ആഹാരമായിട്ട് വരും, എന്നിട്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോകും. ഡ്യൂട്ടിക്ക് പോയിട്ട് അവിടെ ഇരുന്ന് പഠിക്കും. അവിടെ ഇരുന്ന് പഠിച്ചിട്ട് വീണ്ടും അവിടുന്ന് ഇവിടെ വന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പോവായിരുന്നു, വീട്ടിൽ പോവായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു. അതായത് ആക്ച്വലി നിങ്ങൾ ആ ഡ്യൂട്ടി കണ്ടെത്തിയത് പോലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന രീതിയിലാണ്. ആക്ച്വലി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അല്ലേ? നൈറ്റ് ഡ്യൂട്ടി മാത്രമായിട്ടാണ് ഞാനും പ്രദീപ് സാറും കൂടെ. ആദ്യമേ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നു, വേറെ ഒന്നിനും പോകില്ല, പഠിക്കണം എന്നുള്ളത്. പിന്നെ സാറിന് ഞങ്ങൾ ആർമിയുടെ ഉണ്ടായിരുന്ന സാലറിയും വന്നതിന് ശേഷമുള്ള സാലറി എന്ന് വെച്ചാൽ 1/4 അപ്പം കുടുംബത്തിന്റെ കാര്യം കൊണ്ടുപോകാൻ പാടാം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഇന്ന് ഇതിനു വേണ്ടി ഇങ്ങനെ നോക്കിയിരുന്നു, ഇതിന്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെ വരും, ഇപ്പോൾ വരും, രാത്രി നൈറ്റ് ഡ്യൂട്ടി മാത്രമായിട്ടുള്ളത്. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി മാത്രമായിട്ടുള്ളത് എടുത്തിട്ട് അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അല്ലാതെ വേറെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കാര്യമായിട്ടില്ലായിരുന്നു. ആക്ച്വലി നിങ്ങൾ ആ ഡ്യൂട്ടി കണ്ടെത്തിയത് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലായിരുന്നെങ്കിൽ വീട്ടിലെ പല കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നടക്കത്തില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു ജോലി കണ്ടെത്തുകയും അതിനുവേണ്ടി ഒരു വലിയൊരു എഫേർട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുത്തത്. ഓക്കെ. അപ്പോൾ ഇനിയും മറ്റൊരു കാര്യം, ഇനിയും ഇങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വരുന്നവരോട് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ജോലി നേടിയെടുത്തത് ഇൻ ദ എൻഡ്. മാത്രമല്ല ഇപ്പോൾ MTS എക്സാം ക്ലിയർ ചെയ്തു, മറ്റു പല പരീക്ഷകളും മുമ്പിൽ കാണുന്നുണ്ട്. ഇതിലും ബെറ്റർ ലെവൽ പോസ്റ്റുകളിലേക്ക് ഒരുപക്ഷെ നിങ്ങൾ ഫേസ് ചെയ്തപ്പെട്ടേക്ക്. ഇതെല്ലാം നിങ്ങളുടെ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇങ്ങനെ എക്സാംസ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇപ്പം എക്സ് മിലിറ്ററി ആയിക്കോട്ടെ അല്ലാത്തൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു, പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ സമയം മാറ്റി വെക്കുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ദിവസം പോലും മാറ്റി വെക്കാതെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതായാലും, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യം സാക്രിഫൈസ് ചെയ്താണ് നിങ്ങൾ ഈ ഒരു ജോലി നേടിയെടുക്കുന്നത്. അപ്പം പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയാനുള്ളത്? അവരെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യണം? സാർ, ഇതിന് വേണ്ടത് സ്ഥിരത, കൺസിസ്റ്റൻസി. ഇപ്പം ഞങ്ങൾ ഒരു എക്സാം കിട്ടിയില്ല, ഇപ്പം 6 മാസം കൊണ്ടൊന്നും ഒരു റിസൾട്ട് ഉണ്ടാവില്ല. സ്ഥിരമായിട്ട് ഇപ്പം പലരും ചെയ്യുന്നത് ഇതാണ്, 1-2 എക്സാം എഴുതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ കളഞ്ഞിട്ട് പോകും. അപ്പം അത് അങ്ങനെ ചെയ്യരുത്. അത് വീണ്ടും ഞങ്ങൾ അവിടെ ഇരുന്ന് വീണ്ടും ആ ടീമുമായിട്ട് ഇരുന്ന് പഠിച്ച് ഒരു 2 വർഷമെങ്കിലും സ്ഥിരമായിട്ട് പഠിക്കണം. അത് സ്ഥിരമായിട്ട് പഠിക്കണം.
അത് മാത്രമല്ല പുതുതായിട്ട് വരുന്നവരോട് ഇപ്പോൾ ആർമിക്കാരോട് എയർഫോഴ്സ്, നേവി, ആർമിയിൽ നിന്ന് വരുന്നവർക്ക് എന്ന് പറയുന്നത് ലൈഫ് വേറെയാണ്. എയർഫോഴ്സിൻ്റെയും നേവിയുടെയും ലൈഫല്ല. അപ്പോൾ അവർ വരുമ്പോൾ പൂജ്യമായിരിക്കും. പക്ഷേ ഇവിടെ ബേസ് കിട്ടുന്നത് ഒരു സ്ഥലമായിട്ട്, ഞാനിതൊരു ഇതായിട്ടല്ല പ്രമോദമായിട്ടല്ല പറയുന്നത്, പക്ഷെ ദിശ അക്കാഡമിയിൽ വന്ന് പഠിക്കുവാണെങ്കിൽ ഒരു നല്ല ബേസ് തന്നെ കിട്ടും. അപ്പം അവർക്ക് ഇനി വരുന്ന എക്സ് സർവീസ്മാനോടും ഇത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് അഡ്മിഷൻ എടുത്ത് പഠിച്ച് ജോലി മേടിക്കുന്നതാണ് നമ്മൾക്ക്. അല്ലാതെ നമ്മൾ വേറൊരിടത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ പറയും അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പണ്ടച്ഛൻ പട്ടാളക്കാരനായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥ. ഇപ്പോൾ അച്ഛൻ എക്സ് സർവീസ്മാൻ ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് പോകുന്നു. അത് അവർക്കൊരു ഇതുണ്ടാവും, അവരുടെ മനസ്സിലൊരു അച്ഛൻ ഇപ്പം സെക്യൂരിറ്റി ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. ഒന്ന് ഒരു ഗവൺമെന്റ് ജോലി ആകുമ്പോൾ അവർ പറയും എൻ്റെ അച്ഛൻ ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർക്കും അവരുടെ ഒരു ഇതുണ്ടാവും. അതെ, നിങ്ങൾ ഇത്രയും നാള് ഒരു പൊസിഷനിൽ ജീവിച്ച, ഒരു സ്റ്റാൻഡേർഡിൽ ജീവിച്ച ആൾക്കാർ, അപ്പൊ അതിൽ നിന്ന് ഒട്ടും താഴെയോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് സാർ. അപ്പം കുഞ്ഞുങ്ങൾക്ക് അതാണ് അക്സെപ്റ്റ് ചെയ്യാൻ. അവർ ഇപ്പം ഞങ്ങൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മോളോട് ചോദിക്കുമ്പോൾ, ക്ലാസ്സിലൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവള് പറയത്തില്ല. അവള് പറയും അച്ഛൻ ഇങ്ങനെ ഒരു BLM എന്ന് പറയുന്ന ഇതിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെ പറയുള്ളൂ. അച്ഛൻ അവർക്ക് പറയാനൊരു ഇതുണ്ട്, കുഞ്ഞു മനസ്സാണ്. അപ്പം ഇപ്പൊ ജോലി കിട്ടിയപ്പോൾ അവള് പറഞ്ഞു തുടങ്ങി അച്ഛൻ ഇപ്പൊ ഒരു വന്നിട്ട് ഇതിലോട്ട് പോകുന്നത്. അത് എല്ലാ പട്ടാളക്കാരും ഇത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ നമുക്ക് സിവിലിയൻ കുട്ടികളോട് കോമ്പറ്റീഷൻ നമ്മൾ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് എഫേർട്ട് എടുക്കണം എന്നുള്ളൂ. അതുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. വന്ന് പഠിക്കുക, സ്ഥിരമായിട്ട് റെഗുലറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. എല്ലാവരെയും സംബന്ധിച്ചും ഇപ്പം കുറേ ആൾക്കാർക്കുള്ള സംശയം എന്ന് വെച്ചാൽ ഇതാണ്, ഇപ്പം SSC പോലൊരു പരീക്ഷ, ഇപ്പം PSC എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. PSC പരീക്ഷയെ പറ്റി എല്ലാവർക്കും അറിയാം. നമ്മൾ വഴി കൂടെ നടന്നു പോകുന്ന എല്ലാവരോടും ചോദിച്ചാൽ അവർക്കെല്ലാം PSC എന്താണെന്ന് അറിയാം. പക്ഷേ SSC എന്താണെന്ന് അറിയുന്നില്ല. അതാണ് ഒരു പ്രശ്നം. അത് മനസ്സിലാക്കിയാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഉണ്ട്. നമ്മുടെ ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കുക, വളരെ ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, അപ്പം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും ഷെയർ ചെയ്യാനുണ്ടോ ഇത് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ദിശ അക്കാഡമിയിലുള്ള എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട്? ദിശ അക്കാഡമിയിൽ ഇത്രയും നാളും പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സോ നിങ്ങളുടെ പ്രിപ്പറേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫാക്കൽറ്റീസ് ഉണ്ടാവും, ദിശയിലെ ഫാക്കൽറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ടാവും, മെറ്റീരിയൽസ് തന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ദിശയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആരോടെങ്കിലും അവരോട് നന്ദി പറയാനോ, അവരോട് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സംസാരിക്കാം. ആദ്യമായിട്ട് എനിക്ക് ദിശ അക്കാഡമിയിൽ നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് എൻ്റെ സാറ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് സാറിനോട് നന്ദി പറയാനുണ്ട്. പിന്നെ ദിശ അക്കാഡമിയിലല്ല, പിന്നെ എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച എൻ്റെ കൂട്ടുകാർ എന്ന് വെച്ചാൽ എൻ്റെ അനിയന്മാരും അനിയത്തിയും, പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ പ്രദീപ് സാർ, അദ്ദേഹത്തിനോടും നന്ദി പറയാനുണ്ട്. പിന്നെ ഇവിടുത്തെ 100 days മെറ്റീരിയൽ, അത് ഞാൻ വേറെ ബുക്സ് ഒന്നും വാങ്ങിച്ച് പഠിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അതും നിങ്ങളുടെ ക്ലാസ്സുകളും ഓൺലൈനിൽ അതും വാച്ച് ചെയ്യുമായിരുന്നു. മറ്റേ നിത്യ മിസ്സിൻ്റെയും ജിയോഗ്രഫി ക്ലാസ്, അതൊക്കെ ഞാൻ നന്നായിട്ട് എടുത്തു എന്ന് തന്നെ പറയാം. അവരോട് എല്ലാവരോടും നന്ദി പറയാനുണ്ട് സാർ. പിന്നെ പ്രത്യേകിച്ചായിട്ട് ഒരാൾ പറയുമ്പോൾ വേറൊരാൾ സങ്കടപ്പെടും. തീർച്ചയായിട്ടും ഇത് ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല. ഒരുപാട് പേര് കളക്റ്റീവായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് വലിയൊരു കാര്യമാണ് അച്ചീവ് ചെയ്തത്. ഇതിൻ്റെ ഒരു ക്രെഡിറ്റ്സ് ദിശ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം എടുക്കാനൊന്നും അല്ല ഇത് ചോദിച്ചത്. കാരണം നിങ്ങളുടെ ഒരു എഫേർട്ടാണ്, നിങ്ങളിട്ട വലിയൊരു എഫേർട്ടാണ്. തീർച്ചയായിട്ടും ദിശ അതിനകത്ത് ചെറിയൊരു ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്ത്, ചെറിയൊരു ഭാഗമല്ല സാർ, ഒരു 50% അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഒരു പൂജ്യമായി വരുന്നൊരു പട്ടാളക്കാരൻ പൂജ്യമായി തന്നെയാണ് വരുന്നത്. ഒരു ആർമി സർവീസ് പൂജ്യമായി വരുന്ന ഒരാൾ, അയാൾക്ക് പ്രിപ്പയർ ചെയ്യാൻ അവിടെ അവസരം കിട്ടാറില്ല. അവർക്ക് തലേ ദിവസവും വരെയും ഡ്യൂട്ടി ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം വരുന്ന ഒരാൾക്ക് ഒരു വർഷം കൊണ്ട് ഇത്രയും എത്തിക്കുക എന്ന് പറഞ്ഞത് 50% കൂടുതൽ ദിശയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇതുണ്ട് സാർ. ബാക്കി ഞങ്ങളുടെ എഫർട്ടും എല്ലാം കൂടെ എടുത്തപ്പോൾ കിട്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ സക്സസ് പോയിന്റിൽ പരിചയപ്പെട്ടത് ഗിരിപ്രസാദാണ്. അദ്ദേഹം എക്സ് മിലിറ്ററി ആയിരുന്നു, SSC MTS പരീക്ഷ ക്ലിയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു, എങ്ങനെയാണ് അദ്ദേഹം അച്ചീവ് ചെയ്തത്, ഇനി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തു. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക്